Well, my dear friends, this is Jolly Francis Katukaran here once again. Well, today we are discussing about the American presidency developments. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വന്നതിന് ശേഷം പുള്ളി പ്രസിഡന്റ് ആവുന്നതിന് ദൈവികമായിട്ടുള്ള നിയോഗം നടന്നതുപോലെയാണ്, ഒരു വരം കൊടുത്തതുപോലെയാണ് പുള്ളി വന്നിരിക്കുന്നത്. ഇത്ര വെടിവെപ്പിലൂടെയും പുള്ളിക്കൊന്നും സംഭവിക്കാതെ പുള്ളി വിജയശ്രീലാളിതനായി കടന്നു വന്നു. നല്ല കാര്യം, എല്ലാം കൊണ്ടും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു എന്നോണം മനസ്സിലാക്കുന്നത്. പക്ഷേ പുള്ളി വന്നതിന് ശേഷം പല രാജ്യങ്ങളിലും, പല വ്യക്തികളിലും, പല സൊസൈറ്റികളിലും, പല പാവപ്പെട്ട രാജ്യങ്ങൾക്കും ഇവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു. എനിക്കൊരു വരദാനം കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഒരു നമുക്ക് പറഞ്ഞാൽ ശരിയാണോ, എത്രത്തോളം ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഭസ്മാസുരന് ഭരണം കിട്ടിയ പോലെയാണ് പുള്ളി പറയുന്ന എല്ലാ ആൾക്കാരെയും നമ്മുടെ കൂടെ കൂട്ടുക. കാനഡയോട് പറഞ്ഞു, കാനഡയ്ക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല, കാര്യം അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണെന്ന് അവർക്ക് തോന്നി. പിന്നെ പനാമ കനാൽ ആൻഡ് ഗ്രീൻ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെയാണ് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻലാൻഡിനും ഇതേ സെയിം സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയൊരു സംശയമില്ലാതെ ഇല്ല, അത് ഭസ്മാസുരന് വരം കൊടുത്ത പോലെയാണോ എങ്കിൽ ഒരു ഹിരണ്യകശിപു ജനിക്കേണ്ടതായിട്ടുണ്ട് എന്നും പറയാതിരിക്കാൻ വയ്യ. അത് ഹിന്ദു മിത്തോളജിയുടെ അല്ല, ഒരു കഥയുടെ ഭാഗമാണ്. എത്രത്തോളം ഇത് വാസ്തവമുണ്ട്, ശരിയാണോ എന്നാണോ എന്നറിയില്ല. ഇതൊരു നടന്ന കഥ തന്നെയാണ്. കഥയാണോ അല്ലെങ്കിൽ ഒരു ദൈവികമായിട്ട് സംഭവിച്ചിരിക്കുന്ന ഹിന്ദു വിശ്വാസങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ശരിയോ തെറ്റോ എന്നുള്ളതല്ല. അത് മനസ്സിലാക്കുകയാണെങ്കിൽ അതുപോലെ ഇവിടെ സംഭവിക്കേണ്ട അവസ്ഥയുണ്ട്. എന്താണ് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പല കാര്യങ്ങളും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും, പല രാജ്യങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിലും, ഒത്തിരി രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും, ഇപ്പോൾ അവിടുത്തെ റെഫ്യൂജീസിനെ കയറ്റിക്കൊണ്ടുവന്നതും മറ്റേ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ 2 കാലം ചങ്ങലയിട്ടിട്ട് കയറ്റിവിടുന്നു, അതൊക്കെ കുറച്ചൊരു കടുത്ത കൈയായി പോയില്ലേ എന്ന് പലരും വിശേഷിപ്പിക്കുന്നുണ്ട്. അതൊരു ശരിയാണോ എന്നൊരു സംശയം നമുക്കുണ്ട്. ഓക്കെ, അവരുടെ രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് അവരുടെ ആവശ്യമാണ്. ദേ ആർ ഡൂയിങ് ദാറ്റ് റൈറ്റ്. ബട്ട് അത് കുറച്ച് കൂടുതൽ കൂടിപ്പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്തിനും ഒരു നമ്മുടെ നാട്ടിൽ നാടൻ ഭാഷ പറയില്ല, മെല്ലെ തിന്നാൽ പനിയും തിന്നാം എന്ന് പറയുന്ന പോലെ മെല്ലെ തിന്നേണ്ടതാണ്. പക്ഷെ പുള്ളി വളരെ ധൃതി കൂട്ടുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷെ ഇതിനൊരു ഇരുട്ടടി കൊടുക്കുന്ന രീതിയിലാണ് USA കാലിഫോർണിയ തന്നെ അവർ പറയുന്നു, ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഞങ്ങളുടെ വെൽത്ത് കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള വരുമാനം എല്ലാം കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ ദേ ആർ കേപ്പബിൾ ടു സ്റ്റാൻഡ് ദംസെൽഫ് ഇൻ ദെയർ ഓൺ ഫീറ്റ്. Why do you connect with അമേരിക്ക? അപ്പോൾ അമേരിക്കയുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടായിരുന്ന അന്നത്തെ മിഷണറികൾ ചെയ്തിരിക്കുന്നത് വളരെ ദൂരവ്യാപകമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ടോക്കിംഗ് അബൌട്ട് ഡോക്ടർ അംബേദ്കർ അന്ന് എഴുതിയിരിക്കുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യത്തിനെയാണ് പിന്നെ പല കഷ്ണങ്ങളാക്കി മാറ്റിയിരിക്കുന്നത്. USA എന്ന് പറയുന്നത് മറിച്ചാണ്, അത് യൂണിയൻ സ്റ്റേറ്റ്സും ഇത് മറിച്ചാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇതിന് പല കഷ്ണങ്ങളെ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലൊരു കഷ്ണം പറയുകയാണ് ഞാൻ പോവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്ഷൻ ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. കാര്യം അവിടെ ഇനിയിപ്പോൾ അതിന് ഒത്തിരി ഫോർമാലിറ്റീസ് ഉണ്ട്. ഫെഡറൽ ഗവൺമെൻറ് കുറച്ച് ആളുകളെ കമ്മിറ്റി അപ്പോയിൻമെൻറ്റ് ചെയ്യണം. അത് 2026 കൂടിയിട്ട് റെഫറൻഡം പാസ് ചെയ്യണം. ടോട്ടൽ ആളുകളിൽ നിന്നൊരു 50% ആളുകൾ വോട്ട് ചെയ്തിട്ട് ആ വോട്ടിൽ 55% പാസ്സായെങ്കിൽ മാത്രമേ യു ക്യാൻ ഏബിൾ ടു. ഇത്തരം കുറേ ചടങ്ങുകളുണ്ട്. പക്ഷേങ്കിലും അങ്ങനെ എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വെരി ഡിഫിക്കൽട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. അതിന് മറുപടി നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ, അവർ അതേ കെട്ടുറപ്പോടുകൂടി തന്നെ മുന്നോട്ട് പോകുവാറാകട്ടെ എന്നും കൂടി നമുക്ക് ആസ്വദിക്കണം. ഇതൊരു വല്ലാത്തൊരു അടിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുള്ളി പല രാജ്യങ്ങളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് തൻ്റെ യുണൈറ്റഡ് സ്റ്റേറ്റ് USA വിസ്താരം കൂട്ടാൻ നോക്കുമ്പോൾ ചില രാജ്യങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് നിങ്ങൾ വേണ്ട, ഞങ്ങൾ പതുക്കെ വിഡ്രോ ചെയ്യുന്നു എന്ന് പറയുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു നല്ല സൈനായിട്ട് കാണാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പോൾ പല രാജ്യങ്ങളുടെയും ശത്രുതയിലേക്ക് മാറിക്കഴിഞ്ഞു. കാര്യം എല്ലാവർക്കും താരിഫ് കൂട്ടാതെ ചെയ്യുക, പുള്ളിക്ക് തോന്നിയ പോലെ ചെയ്യുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, മറ്റേ ഭസ്മാസുരന് വരം കിട്ടിയ പോലെയാണ്. പിന്നെ കൊടുത്ത ആളെയും പുള്ളി കടിക്കുന്നൊരവസ്ഥയിലുണ്ട്. ഇതിൽ ഇന്ത്യൻസിൻ്റെ വലിയൊരു റോള് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ മന്ദിരങ്ങളിലെ താന്ത്രിക വിധിപ്രകാരം ട്രംപ് ജയിക്കുന്നതിനായി പലരും പല കർമ്മങ്ങളും ചെയ്തു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഇവൺ കാമാക്ഷി മന്ദിരത്തിലെ മാതയുടെ അവിടെ ഇത്തരത്തിൽ ട്രംപ് ചെയ്തൊരു സന്യാസിയുടെ വെളിപ്പെടുത്തൽ തന്നെ ഇതിനു മുമ്പുണ്ടായിരുന്നു. എത്രത്തോളം ശരിയാണ്, എത്രത്തോളം തെറ്റാണെന്ന് അറിയില്ല. പക്ഷേ ശരിയോ തെറ്റോ എന്തായാലും ഇന്ത്യക്ക് അതിനുള്ള താന്ത്രിക ശക്തികളുണ്ട്. താന്ത്രിക വിധിപ്രകാരം
പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. എന്തിനേയും സ്വായത്തമാക്കുന്നതിനും പല പൊളിറ്റീഷ്യന്മാരും അത്തരത്തിലുള്ള ശക്തികളുടെ സഹായത്തോടുകൂടി നിലനിൽക്കുന്നവരുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ പുള്ളി ഒരിക്കൽ പറയുകയും ചെയ്തിരുന്നു, ഹിന്ദുക്കളുടെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പുള്ളി സംസാരിക്കുകയും ചെയ്തിരുന്നു. അത് പുള്ളിക്ക് ഒരു പക്ഷേ അറിയാമായിരിക്കാം, ഇതിൻ്റെ നല്ല വശങ്ങളും പൊട്ടവശങ്ങളും വ്യക്തമായി അറിയാവുന്ന ഒരു വ്യക്തിയാണ് പുള്ളി. നിയർലി അബൌട്ട് 8 years. സോ ഈ ലേൺ അബൌട്ട് ലോട്ട് ഓഫ് തിങ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും കാലിഫോർണിയ എന്നൊരു സെപ്പറേറ്റായി മാറാത്ത രീതിയിൽ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ നിർത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നേരുന്നു. നന്ദി, നമസ്കാരം, ബൈ ബൈ.